നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹരിയാനയിൽ ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു യാദവ കുലത്തിൽപ്പെട്ട ആള് ആ സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റാക്കി നോമിനേറ്റ് ചെയ്തു. നല്ലത് തന്നെ. അപ്പോഴും കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പറയാതിരിക്കാൻ വയ്യ കോൺഗ്രസ്സുകാരെ. 7% പറ്റുള്ളൂ ഈ യാദവ് ഈ ദേശീയ ലെവലിൽ ഇന്ത്യയിൽ 8% പോലും ഇല്ല. അവർക്ക് ഹരിയാന പോലെ സംസ്ഥാനങ്ങളൊരു KBC പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കൊടുക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു, നല്ല കാര്യം തന്നെ. പക്ഷേ അപ്പോഴും 20% മുസ്ലിങ്ങളെ ഈ നീതി ലഭിക്കണ്ടേ? കോൺഗ്രസ് നീതി ലഭിക്കണ്ടേ? 20% മുസ്ലിങ്ങളുടെ കോൺഗ്രസ് 20% മുസ്ലിങ്ങളുടെ കോൺഗ്രസ് ചെയ്യുന്നത് അതിൽ 99.9% വോട്ട് ചെയ്തിരിക്കുന്ന ആർക്കാണ്? കോൺഗ്രസ് മുന്നിലേക്കല്ലേ? നിങ്ങൾ എന്തേ അവരുടെ കാര്യം ശ്രദ്ധിക്കാത്തത്? എനിക്ക് വീണ്ടും പറയാനുള്ളതാണ്, ആരും പറയാത്തതുകൊണ്ടാണ് ഞങ്ങളിത് പറയുന്നത്. അല്ലെങ്കിൽ ഞങ്ങളല്ല പറയേണ്ടത്, ഇത് പറയേണ്ട കൊടുത്ത വലിയ തമ്പുരാക്കന്മാരാ. തമ്പുരാക്കാൻ മിണ്ടുന്നില്ല. ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായില്ലോ, UP-യിലൊക്കെ ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്നു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1500ാമത് ജന്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസം. അത് വാസ്തവത്തിൽ ഈ മുസ്ലിം സമുദായം, അറബി നാള് ഒരു വർഷത്തെ ഒരു ആഘോഷ മീനിങ്, ഒരു മതപ്രചരണ പരിപാടിയായിട്ടോ അല്ലെങ്കിൽ എന്ത് ബോധവൽക്കരണ പരിപാടിയായിട്ട് തുടങ്ങായത്. ഒരു വർഷം 1 ഇയർ 1500 ആണ്ട്. ഇനി 1500 ആണെങ്കിൽ ഇനി 1500 കഴിയണ്ടേ? ഒന്ന് ലോകം ഉണ്ടാവില്ലല്ലോ. അതൊന്നും അറബികൾക്ക് ബാധ്യതയില്ല, ബോധമില്ല, വിവരവുമില്ല. ഇപ്പം ഇസ്രായേൽ അമേരിക്ക ചേർന്നുള്ളക്കാർ ഇതിൽ ഒപ്പിടാൻ പോണത്, അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ അതിനെതിരെ ഇവിടെ ശക്തമായിട്ട് ഹിന്ദു സമുദായത്തിൽ അതിനെതിരെ ഭരണകൂട ഭീകരത ബുദ്ധിമുട്ടിക്കുമ്പോൾ ആ ബുദ്ധിമുട്ടിക്കുന്നതിനെതിരെ, അതായത് ഐ ലവ് മുഹമ്മദ് എന്ന് അനുകൂലമായിട്ട് ഹിന്ദു സമുദായത്തിലെ ശക്തമായ വിഭാഗം ഐ ആൾസോ ലവ് വി ടു എന്ന് പറയുമ്പോൾ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അവർ രംഗത്ത് വന്നിരിക്കുക. എന്താ ഐ ലവ് മുഹമ്മദ് തെറ്റാണോ, രാജ്യദ്രോഹമാണോ? പക്ഷെ അതൊക്കെ വന്ന് പലവരും അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് ട്യൂബിലിട്ടും ഈ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അതിന് ഒരക്ഷരം വരും വേണ്ടിയിട്ടില്ല, കോൺഗ്രസ് വേണ്ടിയിട്ടില്ല. ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് നല്ല തന്നെ, തെറ്റില്ല. അപ്പോൾ ഞങ്ങളും ചെയ്യുന്നുണ്ട്. അടുത്ത മാസം 5-ാം തീയതി എറണാകുളത്ത് വിപുലമായ ഒരു കൺവെൻഷൻ വിളിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യം. പക്ഷെ അപ്പോഴും ഈ 20% വരുന്ന മുസ്ലിം സമുദായത്തെക്കുറിച്ചോ അവരനുഭവിക്കുന്ന തീക്തമായ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിനെക്കുറിച്ചോ രാഹുൽ ഗാന്ധി വായു തുറക്കുന്നില്ല, പ്രിയങ്ക വായു തുറന്നില്ല, സോണിയാഗാന്ധി ഒരു കാലത്ത് വായു തുറന്നില്ലല്ലോ. ഇപ്പോൾ വയനാട്ടിൽ വന്ന് ഈ 3 ത്രിമൂർത്തികൾ വന്ന് ആക്ച്വലും ക്യാമ്പ് ചെയ്തല്ലോ. തങ്ങന്മാരെ കണ്ട്, മറ്റു പല മുസ്ലിങ്ങളെ കണ്ട്, കാരണം വോട്ട് ബാങ്ക് ഉണ്ടെന്ന് മനസ്സിലായി. വോട്ട് ബാങ്ക് കിട്ടണം, അവർക്ക് കോൺഗ്രസ് ഭരണം കിട്ടണം, അത് നല്ല കാര്യം. പക്ഷെ എന്താണ് ദേശീയ ലെവലിൽ രാഹുൽ ഗാന്ധിക്ക് എന്താണ് പണി? ആരെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? ആരിൽ നിന്ന് പണം മാറ്റാൻ നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? ഇത് ചോദിക്കാൻ ആളുണ്ടോ? ന്യായമല്ലേ ചോദ്യം? നേരെ ചോദിക്കുന്നു, ചൊവ്വ ഉത്തരം പറയുന്നു. മനോരമയുടെ നേരെ ചൊവ്വ പോലെ 20% ഞാനിപ്പോൾ ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും ലീഗ് നേതാക്കളും എല്ലാ കള്ളന്മാരും അറിയാൻ വേണ്ടി പറയുന്നത്, സംഭവത്തെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടിയാ. 20% ഉണ്ടല്ലോ ഏകദേശം. എന്നും 14 സംതിങ് ഉള്ളു. 20 വർഷം കഴിഞ്ഞാലും 30 വർഷം കഴിഞ്ഞാലും പറയുമ്പോൾ 14% മുസ്ലിങ്ങൾ. ഇത് 1950 പറഞ്ഞ് 14%, ഇപ്പോഴും പറഞ്ഞ് 14%. ആയിക്കോട്ടെ, അതൊക്കെ തട്ടിപ്പാണല്ലോ. 20% മിനിമം ഉണ്ട്. 30 കോടിയോളം വരും ഏതാണ്ട്. അവർ 99% വോട്ട് ചെയ്തിരിക്കുന്ന ഈ കോൺഗ്രസ് മുന്നണിക്കുക. എന്നിട്ട് ഒരാളതിനെ കുറിച്ച് മിണ്ടുന്നുണ്ടോ? അത് ഒരു കന്യാസ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ നല്ല കാര്യം, തെറ്റില്ല, ഒക്കെ ചെയ്യണം, അന്വേഷിക്കണം. അറസ്റ്റ് ചെയ്യണമെന്നല്ല, അതിനെക്കുറിച്ച് അന്വേഷിക്കുക, നല്ല കാര്യമാണ്. പക്ഷെ അതൊക്കെ ഓടിപ്പാഞ്ഞെടുക്കുന്ന രാഹുലും ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളോട് കോൺഗ്രസും കൂടി, കാക്കന്മാരെ കോൺഗ്രസ് ഉണ്ടല്ലോ കുറേ പേര്, അവർക്ക് അത്ര സങ്കടപ്പെട്ട്, നല്ല കാര്യം, തെറ്റൊന്നുമില്ല കേട്ടോ. പക്ഷെ അവിടെ എന്തോടും നിങ്ങൾ വർഗത്തിൽപ്പെട്ടത് ഇത്രയും ചൂഷണം ചെയ്ത് നശിപ്പിക്കുമ്പോൾ എന്തൊരു കാക്ക കോൺഗ്രസ് നിങ്ങൾക്ക് മുസ്ലിം എന്ന് പറയാൻ പേടി?
നിങ്ങൾക്ക് വോട്ട് വേണം മുസ്ലിങ്ങളിലെ. അപ്പം മുസ്ലിങ്ങൾ വോട്ട് എല്ലാവർക്കും വേണം. കമ്മ്യൂണിസ്റ്റ് വേണം, കോൺഗ്രസ് വേണം, BJP വേണം, എല്ലാ പാർട്ടികൾക്കും വേണം, കോൺഗ്രസ് കാക്കന്മാർക്കും വേണം. പക്ഷെ അവരുടെ കാര്യത്തിൽ വാദിക്കുന്ന ഒരു കാക്ക ധൈര്യമില്ല, പുറത്ത് ലക്ഷം പറയില്ല. അത് വേണ്ട. അതാണ് പണ്ട് കാൻഷ്യാൻ പറഞ്ഞ അതിഭാഷകൾ. ഞങ്ങളുടെ വോട്ടിൽ നിങ്ങളുടെ ഭരണം വേണ്ട എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ വോട്ട് വാങ്ങി ഇത്രയും കാലം നിങ്ങൾ ഭരിച്ചു, ഇനി അത് വേണ്ട. മുസ്ലിങ്ങളുടെ വോട്ട് നിങ്ങൾക്ക് തരാം, പക്ഷെ തന്നാൽ ഭരണത്തിന് ന്യായമായ ഇത് ചെയ്യണം. ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞ് നോക്കാം. ഇപ്പോൾ NSSും SNDPയും പുലയർ മഹാസഭ എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, NSS ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിരിക്കും, നായമാരെ സപ്പോർട്ട് ചെയ്തിരിക്കും. കാരണം ആകെ 9% നായർ വിഭാഗത്തിൽ ഡെപ്യൂട്ടി സ്പീക്കറിന്റെ 12ഓളം മന്ത്രി ക്യാബിനറ്റ് റാങ്ക് ഉണ്ടതേ. ആകെ 20 ഉള്ളൂല്ലോ, 12 60%. ആകെ ജനസംഖ്യത 9% ഉള്ളൂ. അവാ സോറി 9% ഈ വിഭാഗത്തിന് 60% മന്ത്രിസ്ഥാനം. പിണറായി വെള്ളം കുടിക്കാതിരിക്കുമോ? അതിൽ ഈഴവരൊക്കെ ശക്തമായി അമർഷോട്ട്. അതിൻ്റെയൊക്കെ ഒരു പരിണിത ഫലമാണ് ആറ്റിങ്ങലിലും ആലപ്പുഴയൊക്കെ പിന്നെ ഈഴവർ BJPക്ക് വോട്ട് ചെയ്ത്. കോൺഗ്രസ് വോട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അത് തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് ഈ കളി മുഴുവൻ കളിക്കുന്നത്. കളിച്ചോട്ടെ. പക്ഷേ അതേ സ്ഥാനത്ത് മുസ്ലിം ലീഗ്, ഞാൻ വല്ല മുസ്ലിം ലീഗിൻ്റെ കൊള്ളരായ്മ കൊണ്ടാണത്. അല്ലെങ്കിൽ 6ാം മന്ത്രിസ്ഥാനം 5ാം മന്ത്രിസ്ഥാനം ചോദിച്ചു, കഷ്ടപ്പെട്ട് കാര്യമില്ല, അതൊക്കെ മണ്ടത്തെ കാണിച്ചു. 5ാം മന്ത്രിസ്ഥാനം വന്നപ്പോഴേക്കും NSSും SNDPയും കൂടി പരസ്പരം എന്തെല്ലാം ആകാശം ഇടിഞ്ഞു വീഴുന്നു. ഈ പറയും സുകുമാരൻ നായർ പറഞ്ഞല്ലോ, വെള്ളാപ്പള്ളി പറഞ്ഞല്ലോ, 5ാമത് മന്ത്രിസ്ഥാനം. 8 മന്ത്രിസ്ഥാനം ഈസിയായിട്ട് കിട്ടും. ജനസംഖ്യ വെച്ച് നോക്കിയാൽ 8 മന്ത്രിസ്ഥാനം കിട്ടണം. അതിൽ 5 കൊടുത്താൽ 6 കൂടും. അപ്പോഴും ബാക്കി 2 എടുക്കാം. എന്നിട്ട് സമ്മതിക്ക് എന്തെങ്കിലും കോലാഹലം ഉണ്ടാക്കി ഭരണം കളഞ്ഞില്ലേ? ഉമ്മൻചാണ്ടി തന്നെ ഭരണം കളഞ്ഞു. ഇപ്പം ഞാൻ VM സുധീരനെ ഇന്ന് ABC ചാനലിൽ നമ്മുടെ KM രാധാകൃഷ്ണജി, അതേ പക്ക കോൺഗ്രസ്സാണ്, ഇപ്പോൾ തന്നെ BJP സംഘപരിവാർ നിൽക്കുകയാണ്. അതൊക്കെ പല അഡ്ജസ്റ്റ്മെൻറ്റിലാണ്. അദ്ദേഹം മറ്റേ രാമൻചേട്ടനായിട്ട് ചർച്ചയിൽ VM സുധീരൻ്റെ മുഖ്യമന്ത്രിയായാൽ കാണുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. കാണുന്നുണ്ട്. VM സുധീരൻ മുഖ്യമന്ത്രി നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം പ്രതിദാനം ചെയ്ത വിഭാഗം ഈഴവനാണ്. ആ ഈഴവ വിഭാഗത്തിൽ എത്ര വോട്ടുണ്ട് കോൺഗ്രസിന്, UDFന്? എന്ത് രാധാകൃഷ്ണൻ പറയായിരുന്നത്, എന്ത് രാമൻചേട്ടൻ പറയായിരുന്നത്? ഞാൻ ഇപ്പോൾ കണക്കുകൾ ഉദ്ധരിച്ചില്ലേ. 21% ആകെ ജനസംഖ്യ. അതിൽ 80% കഴിഞ്ഞ പ്രാവശ്യം വരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ. ഇത്തവണ 90%. ഈ 10% എന്ന് പറഞ്ഞാൽ ഡോക്ടർ K രാധാകൃഷ്ണൻ സാറേ, രാമൻ ചേട്ട 100 ഈഴവ വന്ന് വോട്ട് ചെയ്യുമ്പോൾ 1 ഈഴവൻ്റെ വോട്ടാണ് കോൺഗ്രസ് വേണ്ടി കിട്ടുന്നത്. അതിൽ നിന്ന് ഒരു ചുവന മുഖ്യമന്ത്രിയാക്കണം എന്ന് പറഞ്ഞാൽ വോട്ട് ഇവിടെ കിട്ടും. അതിൽ 100,000 ഒന്ന് വോട്ട് ചെയ്യുമ്പോൾ 1,000 വോട്ടാണ് കോൺഗ്രസ് കിട്ടുന്നത്. അതിലും 6 മുഖ്യമന്ത്രി നായരാണ്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇടതുപക്ഷ ഗവൺമെൻറ് ബലഹീനതയും അതിൻ്റെ ബുദ്ധിമുട്ട് വച്ച് ഏതെങ്കിലും ചൂല് പോയി UDF നിന്നാൽ പോലും ഈസ്റ്റേഡ് ജയിക്കേണ്ടതാണ്. ഇത് ഇത്രയും ആനുകൂല്യമാണ്. എന്തേ ധൈര്യമില്ലാത്തത്? അത് 9% നായർ കിടന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് വിളിക്കുന്നു. അപ്പോൾ ഇവിടെ ഈഴവരും ആപ്പിളൊക്കെ മുസ്ലിം ബുദ്ധിമുട്ടുണ്ടാക്കും. വോട്ട് ഇവിടെ കിടക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കാത്ത. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ദളിത്. ഇന്ന് അവർ പറഞ്ഞ് പുന്നല ശ്രീകുമാർ മിടുക്കനാണ്, ആ വോട്ട് LDF ചെയ്യും. ശരിയാണ്. അത് ഞങ്ങൾ പറഞ്ഞത് 65% വോട്ടും ദളിതിനെ കിട്ടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്. അപ്പോഴും 100 വോട്ട് ചെയ്യുമ്പോഴും 1 വോട്ടാണ് ദളിതും കിട്ടുന്നത് തിരിച്ചു പോയാൽ. പിന്നെ ക്രിസ്ത്യാനി ഞാൻ പറഞ്ഞത് 15% ഉള്ളത്. ഇന്ന് രാധാകൃഷ്ണൻ പറഞ്ഞു 15% ഉള്ള 5% കണ്ടോ ക്രിസ്ത്യാനി. ഇനി 15 കൂട്ടിക്കോ. അത് കിട്ടിയാൽ അതിലൊരു 10% പിന്നെ കോൺഗ്രസിനും, ഒരു 3% CPMനും, 2% BJPയും മാക്സിമം വന്നാൽ. അപ്പോൾ 100 വോട്ട് ചെയ്താൽ 10 വോട്ട് കിട്ടും കോൺഗ്രസ്. അതൊരു വോട്ട് തന്നെയാണ്. അപ്പോൾ ഭരിക്കാൻ കിട്ടുമോ? എന്നിട്ട് എങ്ങനെയാണ് ഇത്രയും കാലം ഭരിച്ചത്? ഈ കരുണാകരൻ ഉൾപ്പെടെ ഇത്രയും കാലം ഭരിച്ചതെങ്ങനെയാണ്? ഈ മുസ്ലിങ്ങൾ വോട്ട് കിട്ടിയാണ്. അതാണ് ഞങ്ങളും കാൻഷാമിനെ പോലെ പറയുന്നത്. ഞങ്ങളുടെ വോട്ടിൽ നിങ്ങളുടെ ഭരണം വേണ്ടത് പരസ്യമായിട്ട് പറയാണ്. കാരണം എല്ലാവർക്കും ജാതിക്കാർ കളിക്കാൻ പറ്റി, മുസ്ലിങ്ങൾക്ക് മാത്രം എന്തുകൊണ്ട് അത് ചിന്തിച്ചുകൂടാ? അത് പറഞ്ഞുകൂടാ? ജനങ്ങൾ പറഞ്ഞ് ബോധ്യമാക്കണ്ടേ? ആരാണ് ഇവിടെ ശക്തി, എവിടെയാണ് വോട്ട് എടുക്കുന്നത് പറയണ്ടേ? അത് വർഗീയമാണോ? KM രാധാകൃഷ്ണൻ പറഞ്ഞു, ഡോക്ടർ KM രാധാകൃഷ്ണൻ പറഞ്ഞോ,
PDP മറ്റു പാർട്ടി മറിച്ച പാർട്ടി എല്ലാ തീവ്രവാദ ഭീകരവാദങ്ങളും ത്രിമൂർത്തികൾ വന്ന് കേരളത്തിൽ ക്യാമ്പ് ചെയ്ത് തങ്ങന്മാര് കാന്തപുരത്തെ ഒക്കെ കണ്ട് വോട്ട് ഏകീകരിക്കുന്നു. ഈടോ രാധാകൃഷ്ണജി, നിങ്ങളിപ്പോൾ ഭരിക്കുന്ന BJP ഇല്ലേ നിങ്ങളുടെ പാർട്ടി, അല്ല നയിക്കുന്ന സംഘപരിവാരല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ വർഗീയ പാർട്ടി പറയാൻ പറ്റുമല്ലോ. ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതിയിട്ട് അത് കുറ്റമാണെന്ന് പറഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു ഭരണമുണ്ടെങ്കിൽ അത് വർഗീയമല്ല. എന്താണ് അവരെ പേര് പറയുന്നത്? എന്താ പേര് പറയുന്നത്? ഇപ്പോൾ നവമി മറ്റ് ആഘോഷങ്ങളിലെ ഹിന്ദു സമുദായം ആഘോഷിക്കും, നല്ല ആഘോഷിക്കട്ടെ. അതിൻ്റെ പേര് എന്തെല്ലാം പേരുകൾ ഉച്ചരിക്കുന്നുണ്ട് ലോകത്ത്, ഇന്ത്യയിൽ. ആരെങ്കിലും മുസ്ലിങ്ങൾ പറയുന്നുണ്ടോ? അതൊന്നും പറ്റില്ലെന്ന്. അതാണ് ഭരണകൂട ഭീകരത. അത് രാധാകൃഷ്ണൻ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? അത് സുധീറിനും ഈ രാഹുലൊക്കെ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നില്ല. ഇത്രയും കാലം 20% വരുന്ന മുസ്ലിം സമുദായത്തെ ഈ കോൺഗ്രസ് പറ്റിക്കരുത്. ഇന്ത്യയിൽ വാസ്തവം BJP ഒന്നും കൊള്ളില്ലാത്ത കോളമ്പി നോക്കി ഓടാക്കിയെങ്കിൽ അത് ഇവർ സപ്പോർട്ട് ചെയ്യണം. ഇവർ മിണ്ടുന്നില്ല, അവർക്ക് ധൈര്യമില്ല, അവർക്ക് പേടിയാണ്. അന്തോണി പറഞ്ഞ പോലെ അന്തോണി ഒരിക്കലും RS വാക്ക് വെച്ചിട്ടുണ്ടോ? ചിട്ടില്ല. അമ്മഞ്ഞാട് ഏതെങ്കിലും ക്രിസ്ത്യൻ നേതാക്കൾ സംഘപരിവാറിനെ കാര്യമായിട്ട് പരസ്യമായിട്ട് എതിർത്തിട്ടുണ്ടോ? ഇല്ല. അവർക്കുള്ള ആംബിയർ ഇല്ല, അതിന് ശക്തിയില്ല. കാരണം അവർ ന്യൂനപക്ഷമാണ്. അത് ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട RSനെ എതിർത്താൽ ശരിയാവില്ല വെച്ചിട്ട് അവർക്കറിയാം. അവർക്ക് നിലനിൽപ്പിന് പ്രശ്നം. അത് ഞാൻ കുറ്റവും പറയുന്നില്ല, പക്ഷെ അത് പറയുമ്പോൾ എല്ലാം പറയണ്ടേ? ഇപ്പൊ പോലീസ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും മറ്റും എല്ലാം അതേ സംഘപരിവാറിലേക്കാണ്. അത് സംഘപരിവാറിൽ പോകാൻ പാടുള്ളൂ ഞങ്ങൾ പറയില്ല. അങ്ങനെ അന്ധമായി സംഘപരിവാർ വിരോധമൊന്നും പറയുന്നില്ല. അങ്ങനെ പറയുന്നത് മണ്ടത്തരണ്ട്. കാരണം രാജ്യം ഭരിക്കുന്ന കക്ഷിയുടെ ഒരു പ്രധാന ഘടകകക്ഷിയാണ്, അതിൽ പ്രധാന ഒരു സ്രോതസ്സാണ് RSS. അപ്പോൾ അതിന് മോശമാണെന്ന് പറഞ്ഞില്ല, അർത്ഥമില്ല, അത് ഞാൻ പറയുന്നില്ല. പക്ഷെ സത്യങ്ങൾ മനസ്സിലാക്കണ്ടേ? അത് മനസ്സിലാക്കാത്ത എവിടെയാണ് കോൺഗ്രസ്? ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. ഈ ഒരു യാദവ് ഞങ്ങളെന്നെ കിറുക്കിട്ട് കുത്തി 8% യാദവുള്ള ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു യദുകുലത്തിൽപ്പെട്ട ഒരു നേതാവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലുണ്ടോ? ഇത്രയും കാലം ഈ 1 വർഷം മുമ്പിൽ കോൺഗ്രസ് കൊടുത്തില്ല. അതാണ് അവർ ലാലും മറ്റേ മുലായും ഒക്കെ പങ്കിട്ടുകൊണ്ട് ദളിതിനെ BSP കൊണ്ട് മുസ്ലിങ്ങളെ ഇവർക്ക് പങ്കിട്ട്. മുസ്ലിങ്ങൾക്ക് അപ്പോഴും ഒരു സ്ഥാനം ഉണ്ടാക്കിണ്ടില്ല. അവർക്ക് ഒറ്റക്ക് സ്ഥാനമില്ല. അവർ യാദവിൻ്റെ പുറകെ പോയി. ഇവർക്ക് ഈ പുറകെ പോക്കല്ലാതെ 16 വയസ്സ് കഴിഞ്ഞവർക്ക് ഇലക്ഷൻ വോട്ടിംഗ് പവർ വേണമെന്ന് ഞങ്ങൾ വോയിസ് ഓഫ് ജസ്റ്റിസ് കഴിഞ്ഞ് 40 വർഷം മുമ്പ് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ താമസിച്ച സ്ഥലത്ത് പോണത്തോടിൽ പണ്ട് അടപ്പൂർ അച്ഛനുണ്ട്. അച്ഛനാണ് പഴയ സ്ഥാപനം ഉണ്ടായി, അത് കോഴിക്കോട് പോയി മരിച്ചുപോയി. അദ്ദേഹം ചോദിച്ചു, ഷാ സാറേ ഈ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ അച്ഛ നമുക്ക് എന്തുകൊണ്ട് മാതൃകയിൽ കൂടാ? അപ്പം എന്തുകൊണ്ട് മാതൃകയിൽ കൂടാ? അതെങ്കിലും ചെയ്യാത്തത്. അപ്പം അതിനർത്ഥം മുസ്ലിം സമുദായം ഒരിക്കലും അവൻ്റെ അവകാശങ്ങൾ ചോദിച്ചിട്ടില്ല. അവന് കപ്പാസിറ്റി അറിയില്ല, അവൻ്റെ ശക്തി അറിയില്ല. മറ്റെല്ലാ സമുദായങ്ങളും അവൻ്റെ ശക്തി അറിഞ്ഞ്. മുസ്ലിം സമുദായം മാത്രം ഇത്രയും ശക്തി അറിയില്ല. അതെല്ലാം അതിനിപ്പോൾ കേരളത്തിൽ നയിക്കുന്ന മുസ്ലിം ലീഗല്ലേ? മുസ്ലിം ലീഗ് അറിയാവോ മുസ്ലിം സമുദായത്തെ ശക്തി എന്നത് ഇന്ത്യയിൽ? അറിയില്ല. അറിയുമായിരുന്നെങ്കിൽ ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം എന്ന പേര് മാറ്റി ദേശീയധാരയിൽ പാർട്ടി ഉണ്ടാക്കിയിരുന്ന 2ാമത്തെ 3ാമത്തെ പാർട്ടി ആകാമായിരുന്നു ഇന്ത്യയിൽ. മെയിൻ സ്ട്രീമിൽ വന്നാൽ അതിപ്പോഴും പറയുന്നുണ്ടോ? ഇപ്പോഴും അവർ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കാൻ പറ്റുന്നില്ലല്ലോ. മുസ്ലിം ലീഗ് പറ്റും. ഈ കളിയെല്ലാം കളിച്ച് ഇത്രയും തോരാതെ ഞങ്ങൾ ശാസ്ത്രീയമായിട്ടും എല്ലാവരും പറഞ്ഞിട്ടും അവരതിനെക്കുറിച്ച് ഒരു ചിന്ത പോലും വരുന്നില്ല. പ്രിയങ്ക സ്വീകരിച്ച് ഒക്കെ നടത്തി ഉള്ള കോൺഗ്രസ് മുസ്ലിങ്ങളെ കോൺഗ്രസ് വോട്ട് ചെയ്ത് വേണ്ടി വന്ന ഒരു ഉപമുഖ്യമന്ത്രി. അവർക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്തുകൊണ്ട് മുഖ്യധാരയിൽ വന്നുകൂടെ വരാൻ പറ്റില്ലാത്ത ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിൽ 3-1 33% മൊത്തം. മുസ്ലിങ്ങൾ മാത്രം എടുത്താൽ 20%. അത്രയും ശക്തിയുള്ള ഒരു ജാതീയ സമൂഹം ഇന്ത്യയിൽ വേറെ ഇല്ലെന്നേ. കഷ്ടങ്ങളാണ്, പീസാണ്. ഒരുമിച്ച് ഇത്രയും ശക്തിയുള്ള പ്രസ്ഥാനം വേറെയില്ല ഇന്ത്യയിൽ.
ബ്രാഹ്മിൻസ് 2% ക്രിസ്ത്യൻസ് 2% യാതൊരു 6-7% ദളിതുകൾ മാത്രം 10-22% 10-20% ബാക്കി ആരും ഇത്രയില്ല. ബാക്കി എല്ലാം കൂടി ഉള്ളത് ഈ സമുദായമാണ്. അല്ലാതെ ഇന്ത്യയിലെ ദേശീയ ജനത എന്ന് പറഞ്ഞ മുസ്ലിങ്ങളാണ്. അവരില്ലാത്തൊരു സ്ഥലമില്ല ഇന്ത്യയിൽ. എല്ലാ സ്ഥലത്തോടും കൂടിയും കുറച്ചാണെങ്കിലും ബാക്കി എല്ലാം ഓരോ മേഖലയിലുള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശം ചോദിച്ചു വാങ്ങിക്കാൻ പറ്റത്തില്ല. അതിന് നിങ്ങൾ കഴിവിടനില്ല. അത് നയിക്കുന്ന സമുദായത്തിൽ ലീഡേഴ്സിന് കഴിവിടല്ലേ. ഇനി എന്നാണ് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നത്? ഈ സക്രാത്തൻ ഹാൽ എന്ന് പറയും, ഇത് മരണ വെപ്രളത്തിൽ ദാഹിച്ച് നിൽക്കുമ്പോൾ ഇബിലീസ് മരിക്കുന്ന ആളല്ലേ, പൊതുകിൽ കാണാൻ പറ്റില്ല, സാത്താനല്ലേ, ദാഹിച്ച് നോക്കുമ്പോൾ 2 കുപ്പിൽ വെള്ളം കാണിക്കും, അല്ലെങ്കിൽ കുപ്പിയിൽ വെള്ളം കാണിക്കും. എന്നിട്ട് 2 കൈ കാണിക്കും. 2 കിലാന്ന് പറഞ്ഞാൽ വെള്ളം തരാന്ന് പറയും. യവൻ ആ സമയത്ത് 2 തല 10 എന്ന് പറഞ്ഞു പോകും. 2 കിലാന്ന് പറയും, വെള്ളം കിട്ടില്ല, അവൻ കാഫറായി മരിക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പറച്ചിൽ നമ്മൾ അനുഭവിച്ചിട്ടില്ലല്ലോ. അതുപോലെ സക്കാത്തിന് എല്ലാം കഴിഞ്ഞ് നശിച്ചു പോകുമ്പോഴാണ് ഇവർ ആലോചിക്കുന്നത്. ഈ സമുദായം മണ്ടൻ സമുദായത്തിൽ വേണ്ടി പ്രവർത്തിക്കുന്നവർ ആരാന്നോ അവരുടെ ആത്മഹത്യം ഇതുവരും മനസ്സിലായില്ല. സംഘപരിവാർ വിനിയോഗിച്ചാൽ എല്ലാ കാക്കന്മാരും പണം കൊടുക്കുമല്ലോ, 1000 പണം കൊടുക്കുമല്ലോ. ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾ വന്ന് അത്യാവശ്യം നല്ലൊരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ സമുദായത്തിന് വേണ്ടി കൂടി മത്സരിച്ചാൽ അവന് ഒറ്റപ്പെടുത്താൻ നോക്കുള്ളൂ. എന്നിട്ടാണ് സമുദായ സ്നേഹം കാണിക്കുന്നത്. കള്ളം മരുന്നരും ഇത്രയും കാലം ഉണ്ടായില്ലേ? 80 വർഷം കിട്ടിയില്ല സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇന്ത്യയിൽ. 80 വർഷം കിട്ടി ഈ മുസ്ലിം നേതാക്കൾ. ഞാനിപ്പോൾ എന്നാ വെച്ചാൽ ഞാൻ വലിയ നേതാവൊന്നുമില്ല. ഞാനിപ്പോൾ എന്ത് നേടിയുടെ സമുദായം ഇന്ത്യയിൽ എന്തുണ്ടാക്കുന്നുണ്ട്? ഈ ഗൾഫിൽ പോയി പട്ടിണിന്ന് ഭരിച്ച് പെണ്ണുകെട്ട കടത്തിണ്ണയിൽ നടത്തി ചായക്കട നടത്തിയൊക്കെ കുറച്ച് പൈസ ഉണ്ടാക്കി ഇവിടെ കുറേ കാറ് വാങ്ങിച്ചെന്നല്ലാതെ ഈ സമുദായത്തെ എത്തും നേട്ടം ഇന്ത്യയിലുണ്ടായി. മറ്റ് സമുദായങ്ങൾ കിട്ടിയതിൻ്റെ വല്ലതുമുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിന് ഒക്കെ സ്വത്ത് മുസ്ലിങ്ങളുടെ ഒക്കെ സ്വത്തിലേക്ക് 200 ഇരട്ടി ഉണ്ടെന്ന് കണക്കുകൾ പറയുന്നു. 200 ഇരട്ടി. ആകെ ജനസംഖ്യ 2% അത് കത്തോലിക്ക സഭ 1.8% 40% അവർക്ക് മാത്രം സഭയുടെ വീത് മാത്രമാണല്ലോ, സ്വകാര്യ സ്വത്തല്ല. 200 ഇരട്ടി ഉണ്ടെന്ന് കണക്കുകൾ പറയുന്നു. കാരണം ബ്രിട്ടീഷുകാർ കൂടുന്ന എല്ലാ ആനുകൂല്യം പറ്റി. അതിനുമ്പ് രാജാക്കന്മാർ കൂടുതൽ ആനുകൂല്യം പറ്റി. അത് കഴിഞ്ഞ് കോൺഗ്രസ് കൂടുന്ന എല്ലാ ആനുകൂല്യം പറ്റി. ഇപ്പം BJP കൂടെ ആനുകൂല്യം പറ്റുന്നു. അവർക്കെല്ലാം ആനുകൂല്യം പറ്റാണ്. ഈ ആനുകൂല്യം പറ്റാൻ ഈ കാക്കന്മാർക്ക് അറിയാവോ? കഴിവുണ്ടോ? അവർ പണിയെടുത്ത് ഈ പാട്ടപ്പിരിവ് എടുത്തിട്ട് എന്തെങ്കിലും ഉണ്ടാക്കും, സ്വന്തം ആവശ്യമില്ലാതെ. സർക്കാരിനോട് ഉപയോഗിക്കണ്ടോ? എത്രായിരം കോടി രൂപ മോഡി ഗവൺമെൻറ് ന്യൂനപക്ഷങ്ങളുടെ കേരളത്തിൽ ചിലവായിട്ട്. ഇതിൽ ഈ മുസ്ലിം സമുദായം 40% മുസ്ലിം സമുദായം 1000 രൂപയിൽ വാങ്ങിച്ചിട്ടുണ്ടോ? ക്രിസ്ത്യൻ സമുദായം എത്രായിരം കോടി രൂപ വാങ്ങിച്ചെന്നറിയോ? അത് ഞാൻ കുറ്റം പറയില്ല. അവർക്ക് തന്നെ സന്നാഹമുണ്ട്, അവരത് വാങ്ങിച്ചു ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. അധ്യാപകൻ എല്ലാവരും മണ്ടനും ബുദ്ധിമാനും എല്ലാം ഒരുപോലെ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ ബുദ്ധിമാൻ കാര്യങ്ങൾ വേഗം ഗ്രഹിക്കുന്നു, പണ്ടും ഗ്രഹിക്കുന്നു. അതുപോലെ ബുദ്ധിമാരായ ക്രിസ്ത്യൻ സമുദായം അവരെ ഗ്രഹിച്ച് മനസ്സിലാക്കി ആനുകൂല്യം പറ്റുന്നു. മണ്ടന്മാരായ മുസ്ലിങ്ങൾ അത് മനസ്സിലാകുന്നില്ല. അവിടെയാണ് വിഷയം. ഇനി നിങ്ങൾ ഏത് കാലത്താണ്? ഇപ്പം ഇല്ലേ, ഐ ലവ് മുഹമ്മദ് എന്ന് പോലും എഴുതാൻ പറ്റില്ല, പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്താണോ ഇനി നിങ്ങൾക്ക് സ്വാതന്ത്ര്യം മതപ്രചാരണത്തിന്? ഞമ്മള് പെരിച്ചാഴി ഈ പാടത്തുള്ള വലിയ എലിയാണ്. അത് പാടത്ത് നെൽക്കാരെ കൊണ്ട് കൂട്ടി വയ്ക്കും. പക്ഷെ ഉള്ളാടെ വന്നിട്ട് ആ കുഴി അങ്ങോട്ട് ചപ്പിട്ട് അടിച്ചിട്ട് തീ കൊടുത്ത് പുക കൊടുക്കുമ്പോൾ പെരിച്ചായി പുറത്തേക്ക് വരും. അല്ലാതെ മാളസി കൈയെടുക്കാൻ പറ്റില്ല, കുറച്ച് ആഴത്തല്ലേ. അപ്പോൾ അവൻ കൊണ്ട് വിത്ത് പോലെ തിന്നും, നെല്ലും തിന്നും, അവനും തിന്നും. ചില എലിയിൽ തിന്നുറവാക്കുന്ന ഇന്ത്യയിലുണ്ടല്ലോ. അതുപോലെയാണ് നിങ്ങൾ കൂട്ടിവെച്ച സമ്പത്തല്ല ഒരു സുപ്രഭാതത്തിൽ കൈവിട്ടു പോകും. അത് നിങ്ങൾ കരയേണ്ടി വരും. ദൈവമേ, ഞാനിത് ആർക്കും എൻ്റെ സമുദായത്തിൽപ്പെട്ട പാവപ്പെട്ടും കഷ്ടപ്പെട്ടിരുന്നപ്പോൾ കൊടുത്തില്ലല്ലോ, ഞാനിത് പൂഴ്ത്തി വെച്ചല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ മനസ്സുകൂടിയിൽ കരയും. ആ കരച്ചിലാണ് ആരും ഉണ്ടാവില്ല. സങ്കടപ്പോക്കതാണ്. ഞാൻ അറബികളിലെ പറഞ്ഞില്ലേ, 80 വർഷം 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം 80 വർഷം കഴിഞ്ഞു. എന്ത് നേടി അറബികൾ? സ്വത്തെല്ലാം അവരുടെ അല്ലേ. എന്തെല്ലാം ആനുകൂല്യങ്ങൾ ദൈവം പടച്ചവും കൊടുത്തത്. ഇപ്പോഴത്തെ ഇസ്രായേലിലും അമേരിക്ക ഉണ്ടാക്കിയ ഒപ്പിടാൻ പോകണം. അതിലെന്താ നേട്ടമുള്ളത്? എന്ത് നേട്ടമായാലും വരുന്നത്? കുറേയൊക്കെ വായിച്ചു നോക്കി. കാരണം അവർ കാലത്തിൽ തൊഴിലാണ്. ഇപ്പോഴും നിങ്ങൾ അമേരിക്ക വിശ്വസിക്കാത്ത ഞാൻ മനസ്സിലാകണില്ലല്ലോ. ഖത്തറും കുത്തറൊന്നും മനസ്സിലാകുന്നില്ല. ഇപ്പോഴും അമേരിക്കയുടെ പുറകെ നിൽക്കണം. അവർ ചതിക്കും. ചതിച്ച ചരിത്രമുള്ളൂ.
ഇവിടെ സംഘപരിവാർ ഇവിടെ സൃഷ്ടിച്ച ആരാടോ? ബ്രിട്ടീഷുകാരല്ലേ? അല്ലെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഇത്രയും നല്ല ഒരു വർഗം, ഒരു ജനത വേറെ ലോകത്തുണ്ടോ? ഇന്ന് ഞാൻ പറയുന്നു, ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളെക്കാൾ ഭേദം ഹിന്ദു സമുദായമായിട്ട് ബിസിനസ് ചെയ്താൽ 10 ലക്ഷം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ക്രിസ്ത്യാനിട്ടോ മുസ്ലിമായിട്ടോ ബിസിനസ് ചെയ്താൽ 10 ലക്ഷം ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. അവരെ പറയും ഹിന്ദു സമുദായം തന്നെ ഇടപാട് ചെയ്താൽ 10 ലക്ഷം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത്ര നല്ല ഹിന്ദുക്കളെല്ലാം നല്ല മനുഷ്യരല്ലേ? അവർ ഈ ഒരു വിഭാഗം, വളരെ കുറച്ച് വിഭാഗങ്ങൾ ഇത്ര മോശമാക്കിയത് ഈ ബ്രിട്ടീഷുകാരല്ലേ, അല്ലാതെ ഹിന്ദുക്കളാണോ? അവരാ സാഹചര്യത്തിൽ പെട്ടുപോയി. അവിടെ ഞാൻ അവരെ കുറ്റപ്പെട്ട് കാര്യമുണ്ടോ എന്ന് പറയാതിരിക്കാൻ പറ്റൂ? ഇതാണ് കാര്യം. കേരളത്തിൽ അവസ്ഥ ഇതാണ്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ചെന്നുപെട്ടിരിക്കുന്ന ദുരവസ്ഥ ഇല്ല, പണ്ട് കുമാരനാശാരി ദുരവസ്ഥ കൃതിയെ കുറിച്ച് പറയും. ദുരവസ്ഥ എത്ര ആഴത്തിലും ഭയാനകരോ. എന്നിട്ട് പോലും ഏകപക്ഷീയമായിട്ട് LDF തോൽപ്പിച്ച് UDF ജയിച്ചെടുക്കാനുള്ള സന്നാഹം കോൺഗ്രസ് കണ്ടുപിടിച്ചുള്ള ഉണ്ടാക്കിയിട്ടില്ല. കുറുക്ക് വഴിയിൽ അവരത് ആളാകാൻ നോക്കണം. എന്തടിസ്ഥാനത്തിൽ ഇത് ചോദിക്കാൻ മുസ്ലിം ലീഗ് പറ്റുന്നുണ്ടോ? ഒരു കാര്യം പറയാം, ഞങ്ങളുടെ വോട്ടിൽ നിങ്ങളുടെ ഭരണം വേണ്ട, ഞങ്ങളുടെ വോട്ടിൽ നിങ്ങളുടെ ഭരണം വേണ്ട എന്ന് പറയുന്ന മുദ്രാവാക്യത്തെ ഈസി മുദ്രാവാക്യമല്ല. മൊയ്തീൻ ഷായുടെ പാർട്ടി, ജനതാ നാഷണലിസ്റ്റും പറയുന്ന ചെറിയ പാർട്ടികളിലും പറയുന്ന മുദ്രാവാക്യം വളരെ ആഴത്തുള്ളതാണ്. വോട്ട് ചെയ്യാം, ഭരണം തരാം, പക്ഷേ ജനസംഖ്യക്ക് ആനുപാതികമായിട്ടുള്ള ആനുകൂല്യങ്ങൾ എല്ലാവർക്കും കിട്ടണം. എല്ലാവർക്കും, മുസ്ലിങ്ങൾ മാത്രം എല്ലാവർക്കും. അതാണ് ജനതാദൾ നാഷണലിസ്റ്റ് പറയുന്നു. അതാണ് ഞങ്ങളുടെ വോട്ടിൽ നിങ്ങളുടെ ഭരണം വേണ്ടതെന്നു. അപ്പോൾ വോട്ട് ബാങ്കിൻ്റെ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തണം. സമയമല്ലേ? വോട്ട് ബാങ്ക് ഞാൻ പറഞ്ഞ ആകെ കേരളത്തിൽ ഈ ഒരു വിഭാഗത്തിൽ ഇത്ര, ക്രിസ്ത്യൻ വിഭാഗം ഇത്ര, നായർ വിഭാഗം ഇത്ര, ദളിത് ഇത്ര, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് എവിടെ വോട്ടുണ്ട്? എന്നിട്ട് നിങ്ങളിങ്ങനെ ഇത്ര ഭരിച്ചത് ഈ 40% വരുന്ന ആ ഒരു വോട്ട് കിട്ടിയോണ്ട് അതിന് അങ്ങനെ വില കൊടുക്കാൻ പറ്റില്ല. വിലയില്ലാതെ ചില സ്ത്രീകൾ ചായത്തപ്പൻ്റെ കർണാടക വേണ്ട ദളിത് സ്ത്രീകൾ ബലാത്സംഗം ചെയ്ത് 5000 രൂപ നഷ്ടപരിഹാരം. അപ്പോൾ ദളിത് സ്ത്രീകളുടെ പിന്നെ ആത്മാവിന് അവിടെ ഇതിന് 5000 രൂപ വിലയുള്ളൂ. ഞാൻ അന്ന് കരുണാജിയുടെ ബന്ധത്തിൽ കുടുംബ ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്താലും 5 കോടി സംഭവിക്കുമോ? അപ്പോൾ അത്രയും ഫീൽ ആയിട്ട് പറഞ്ഞു. അതൊക്കെ മനസ്സിലാക്കൂടെ? ദളിതുകൾക്ക് മനസ്സിലായില്ല. അവരതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അതാണ് മനസ്സിലാക്കുന്നത്. ഇനി ഇപ്പം എന്നും പറയുന്നു കേരളത്തിലെ മുസ്ലിം ജനസംഖ്യ 27%. 2011 പറഞ്ഞാണ് പേരെങ്കിലും. 15 വർഷമായിട്ടും ഈ പെറ്റ് പെരുകുന്നു എന്ന് പറയുന്ന ആൾക്കാർ അതെന്താ അപ്പം കൂടുന്നു പറയാത്തത്? 20% കൂടിഞ്ഞായിരിക്കും 15 വർഷം കൊണ്ട്. അപ്പോഴും 20% 54, 5% അല്ലേ? അപ്പോഴും 25 32 അതൊരു 1/3 മിനിമം ഉണ്ട്. 33.3% മുസ്ലിങ്ങളുടെ എണ്ണമുണ്ട് കേരളത്തിൽ. 3-1 മുസ്ലിങ്ങളാണ്, അവരെ വോട്ടാണ്. അവർക്ക് മാന്യമായ അംഗീകാരവും അവസരവും കൊടുത്തില്ലെങ്കിൽ KC ആയാലും BC ആയാലും PC ആയാലും ആരായാലും അവർ അനുഭവിക്കും. അതിന്നൊരു വിഭാഗം ജനത അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്നുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നുണ്ട്. അവർ സമാധാന പ്രേമികളാണ്, രാജ്യ സ്നേഹികളാണ്, സമുദായ സ്നേഹികളാണ്, സമൂഹ സ്നേഹികളാണ്. പക്ഷെ അവർ പറയുന്നൊരു പോയിന്റത്തോട് ഞങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ ജനസംഖ്യക്ക് ആനുപാതികമായിട്ടുള്ള അംഗീകാരവും പിന്നെ റെപ്രസെൻറ്റേഷൻ പ്രാതിനിധ്യം വേണമെന്നുള്ള അതിലെവിടെ ഒരു തെറ്റ്? ഇപ്പം സുധീറിനെ മുഖ്യമന്ത്രിയാക്കണ ആരോ പറഞ്ഞു. സുധീർ അപ്പോഴും വയസ്സന്മാർ അല്ലെങ്കിൽ ആരുടെ മുഖ്യമന്ത്രിയാക്കാൻ പറഞ്ഞത്? ഒരു പുതുമുഖത്ത് നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? നിങ്ങൾ വളർത്തിക്കൊണ്ടുമില്ല. പുതുമുഖത്തിൽപ്പെട്ട ഒരാൾ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നില്ല. ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം കേരളത്തിൽ എടുത്താൽ പോലും കേരളത്തിൽ BJPയുടെ പ്രവർത്തകരും സംഘപരിവാര പ്രവർത്തകരും നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഒരു പകുതി കോൺഗ്രസ് നടത്തിയിരുന്നെങ്കിൽ ഇന്ന് ഈസിയായിട്ട് കോൺഗ്രസിന്റെ പേരിൽ 6 മത്സരത്തിൽ കൂടി ജയിച്ചു പോകുന്നതിന് ഒരു പണിയെടുക്കുന്നില്ല കോൺഗ്രസ്. പെണ്ണ് പിടിയും കുറേശ്ശെ കളവുമല്ലാതെ എന്താണ് സമുദായത്തിൽ സമൂഹത്തിൽ നാടുവേണ്ടി ചെയ്യുന്നത് കോൺഗ്രസ്? ആരാ ചെയ്തിട്ടുള്ളത്? പണ്ട് ഗ്രൂപ്പ് പങ്കിടും. രമേശ് ഗ്രൂപ്പ്, ആന്റി ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഗ്രൂപ്പ്, അല്ലെങ്കിൽ ആന്റി ഗ്രൂപ്പ്, കരുണാകരൻ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പ് പങ്കിട്ട് കിട്ടിയത് ആരെങ്കിലും പറ്റി അതിൽ ലീഗുകാർക്കും ചക്ക വെച്ച് കൊടുക്കും. എന്നിട്ട് ആ മുസ്ലിങ്ങൾ വോട്ടുമ്പോഴും വാങ്ങിച്ചു.
ഇനിയും നടക്കില്ല. മുസ്ലിം ലീഗ് നക്കാപ്പിച്ച് കൊടുത്ത് മുസ്ലിം സമുദായത്തിന് വോട്ട് വാങ്ങി ഭരണത്തിൽ കയറാമെന്ന് UDF വിചാരിക്കണ്ട. UDF വിചാരിക്കുക ഭരണത്തിൽ കയറ്റും, ഒരു സംശയക്കാത്തില്ല. പക്ഷേ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ടുള്ള അവകാശങ്ങളും പ്രാതിനിധ്യവും കൊടുത്താൽ ഈസിയായിട്ട് UDF കയറാം, ഒരു സംശയക്കാത്തില്ല. അത് ചെയ്തില്ലെങ്കിൽ സംഗതി അപകടം. അതാണ് അത് കോൺഗ്രസ് ചെയ്യണം. കോൺഗ്രസ് മുസ്ലിങ്ങളുടെ കാര്യം പറയുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് മുട്ട് വിറക്കാണ്, ചന്തി വിറക്കാണ്. എന്താണ് നിങ്ങൾ മുസ്ലിങ്ങൾ കൂടി വായിച്ചാൽ നിങ്ങൾ ആരും നിങ്ങൾ ആക്രമിക്കുമ്പോൾ ഉപ്പുള്ളപ്പോൾ ഉപ്പിലിട്ട് പറ്റില്ലാത്ത പറയുമ്പോഴാണ് ഉപ്പ് എന്ന് പറഞ്ഞ വർഗീയ പ്രസ്ഥാനമായ BJP അല്ലെങ്കിൽ സംഘപരിവാർ. ഇപ്പം നിങ്ങൾ ഹിന്ദു എന്താണ് മൃദു ഹിന്ദുത്വം കാണിച്ച എന്ത് കാര്യമുള്ളത്? ഉപ്പുള്ളപ്പോൾ ഉപ്പിലിട്ട് ആരും എടുക്കുമോ? നിങ്ങൾ ഹിന്ദു മൃദുത്വം കാണിക്കും. നാളെ VHPയുടെ വിശ്വ ഹിന്ദു പരിഷത്തല്ല, വിശ്വ ഹിന്ദു വിദ്യാർത്ഥി സംഘടന ഉദ്ഘാടനം ചെയ്തത് കർണാടകയിലെ ആഭ്യന്തരമന്ത്രിയാണ്. രാഹുൽ ഗാന്ധിയുടെ ഗ്രൂപ്പിൽപ്പെട്ട ആഭ്യന്തരമന്ത്രിയാണ്. അതിന് ഒരു ഉളുപ്പുമില്ല. ഈ ജാഥ നയിച്ചപ്പോൾ ട്രിവാൻഡ്രം ജില്ലയിൽ ഞാൻ അറിയുന്ന ഒരു മുസ്ലിം ഹോസ്പിറ്റൽ അടുത്ത വലിയ ചാരിറ്റി സംഘടനയുണ്ട്. അവിടെ ചെല്ലാന്ന് പോയിട്ട് ഈ കോൺഗ്രസ് ചില കള്ള നേതാക്കൾ അയാൾ ആ വഴി കൂടെ വേറെ വഴി വിട്ട്, അയ്യോ എനിക്ക് പറ്റില്ലാതെ പോയി. അവിടെ ഈ രാഹുൽ താമസിച്ച അവിടെ മഠത്തിലെ സഭയുടെ കേന്ദ്രത്തിലാണ്. ആ വഴിക്കാണ് ഈ ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെല്ലാന്ന് പറഞ്ഞത്. എന്നിട്ട് രാഹുലിനെ അറിഞ്ഞില്ല, രാഹുലിനെ വഴി മാറ്റി വിട്ട്. നിങ്ങൾ പ്രിയങ്ക വന്നപ്പോഴും പത്മ വഴി മാറ്റി വിട്ട പോലെ ആ പത്മ BJP പോയി ചെയ്തു. അപ്പം നിങ്ങൾ എന്താണ്, രാഹുൽ എന്താണ് ഇത് ഭയം? എന്താണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ? ഒരു സംസ്ഥാനത്തെ മുസ്ലിം പ്രസിഡന്റിനോട് ഇന്ന് കോൺഗ്രസ്സിൽ ഏത് സംസ്ഥാനത്തുള്ളത്? എൻ്റെ അറിവിൽ ഒരു സംസ്ഥാനത്തുമില്ല. പണ്ട് UP അതുമില്ല, ഇപ്പോൾ കേരളത്തിലില്ല. ഇപ്പം യൂത്ത് കോൺഗ്രസ് ഒഴിവെന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? ഒരു മുസ്ലിമിന് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അത് സർക്കാർ പെൻഡിൽ വയ്ക്കുക. അപ്പോൾ അവകാശമില്ലാതെ ഉടമസ്ഥലത്ത് പോലെ ആയിപ്പോയില്ലേ? എന്തിനോ വായി നോക്കി കോൺഗ്രസ് നിങ്ങളുടെ ഈ അഭ്യാസവും അടവൊക്കെ മാറ്റിവെച്ച് നിങ്ങൾ ഈ സമുദായത്തിൽ കിട്ടേണ്ട അവകാശം കൊടുത്തതിൽ വാങ്ങിച്ചിരിക്കും. വനിതാ വിങ്ങിന് ഒരാൾ മാറി, ആ പെണ്ണ് ഡൽഹിക്ക് വിട്ട്, അപ്പോൾ വേറെ ആൾ കൊടുക്കാൻ പറ്റില്ല. അല്ല, അത് തന്നെ വനിതാ നേതാവ് തന്നെ, രാജ്യസഭ മെമ്പർ തന്നെ. അങ്ങനെ ആളുണ്ട് കേരളത്തിൽ. ജെബി മേത്തറിൻ്റെ പരിപാടി, ഞങ്ങൾ യോഗത്തിൽ കഴിഞ്ഞ ദിവസമാണ് ചഞ്ചാതിലെ. അപ്പോൾ ഒരു 4-ാം തീയതി കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞത്. 4-ാം തീയതി ഞാൻ പറഞ്ഞില്ല, പേടിയാണ് അവർക്ക്. ആരൊക്കെ അനുഭവം ചെയ്യിക്കണം? ഈ വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ കൃത്രിമത്തെക്കുറിച്ചുള്ള നടത്തുന്ന ഒരു ദേശീയ സമ്മേളനത്തിലെ സംസ്ഥാന കൺവെൻഷനാണ്. എല്ലാ പാർട്ടിയും വലിയ വലിയ ആൾക്കാരുള്ള അതിൽ പ്രസംഗിക്കാണ് നമ്മൾ പാർട്ടി ക്ഷണിച്ചത്. അപ്പോൾ 4-ാം തീയതി കഴിഞ്ഞിട്ട് പറയാമെന്ന്. അവരെന്തോ ജാഥ നടത്താൽ മതി. അത് വരാണെങ്കിൽ അത് സമ്മതിക്കില്ലല്ലോ. അപ്പോൾ അവിടെയല്ല യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം സ്ത്രീകൾ കഴിവുള്ളവരുണ്ട്. സാധാരണക്കാർ ഈ കോടീശ്വരി അല്ലേ കിട്ടുന്നു നിങ്ങൾക്ക്? ജബീമേത്ര കോടീശ്വരി അല്ലേ? കോടീശ്വരിക്കൊക്കെ ഈ വെയിലുണ്ടോ അല്ലെങ്കിൽ പാവപ്പെട്ട് ബാധിക്കാൻ അവർ അറിയുമോ? ഈ വേണുവിൻ്റെ പുറകെ നടക്കാനും കോൺഗ്രസ് പുറകെ നടക്കാനും അവർക്ക് എന്ത് വ്യക്തിത്വപരമായിട്ട് എന്ത് കപ്പാസിറ്റി ഉള്ളത്? പണ്ട് KPC പ്രസിഡന്റ് ബാബാസാഹിബിൻ്റെ ഫാമിലിയാണുള്ളൊരു പാരമ്പര്യം പറയാം ഞാൻ. അവരാക്കിയാൽ കുറ്റമില്ല. എന്നിട്ട് ഒരു വനിതാ മെമ്പർ പ്രസിഡന്റായിട്ട് ഒരു മുസ്ലിം സ്ത്രീക്ക് കൊടുക്കാൻ പാടില്ലായിരുന്നു. ഇപ്പം യൂത്ത് കോൺഗ്രസ് ഒഴിവൊന്നുമില്ലടോ. KC വേണുപോലെ നിങ്ങൾ പറയാൻ വേണ്ടി ശരി, അവിടെ മുസ്ലിങ്ങൾ സമുദായം 40% മുസ്ലിങ്ങൾ വ്യക്തമായിട്ട് ഒരു മെയിൻ സ്ട്രീമിൽ ഇല്ല. അത് യൂത്ത് പ്രസിഡന്റ് മുസ്ലിം വഹിക്കണം പറ്റൂടോ? ധൈര്യമോട് നിങ്ങൾ പറയാൻ? എന്നിട്ട് വോട്ട് ചോദിച്ചു വരുന്ന അതൊക്കെ അങ്ങ് ലീഗുകാരോട് പറഞ്ഞാൽ മതി കേട്ടോ. ആ കുഞ്ഞാക്കട്ടെ പറഞ്ഞ് എന്ത് നക്കാപ്പിച്ച് കൊടുത്ത് ബാക്കി വോട്ട് പോയി ക്യാൻവാസ് ചെയ്ത് എടുക്കുന്ന കാലം പണ്ട് ഇന്ന് നടക്കില്ല. ഞങ്ങളിപ്പോഴും UDF-നകത്ത് കയറാൻ തയ്യാറാണ്, നേരെ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ അത് തടസ്സമായി നിൽക്കുന്ന ചില ഇതുപോലെ ശരിയാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ടും സത്യസന്ധമായിട്ടും നിങ്ങൾ ചെയ്തില്ലെങ്കിൽ അപകടത്തിലേക്കാണ് പോകുന്നത്. ഇപ്പം NSS പോയി, പുലേരുടെ സംഘടന പോയി, SNDP പോയി, വേറെ അങ്ങനെ പോയി, എല്ലാം പോയി അവസാനം എവിടെ എത്തും? തന്നെ നിങ്ങൾക്ക് എവിടെ പിന്നെ വോട്ട് കിട്ടുന്നത്? കിട്ടിക്കൊടുത്ത് എവിടുന്നാണ്? ഈ NSS-ഉം അവർക്ക് ഇപ്പോൾ 12 മതി. ക്യാബിനറ്റ് റാങ്ക് ഉൾപ്പെടെ 12 വേണമെങ്കിൽ പിന്നെ 9% അവർ പോവുമോ? അവർ എല്ലാം ചെയ്യും. വേറെ ചില വ്യക്തിബന്ധങ്ങളുണ്ട്, തടസ്സമുണ്ട്. അതാണ് വെള്ളിപ്പോണത്. അങ്ങനെ വെള്ളപ്പുള്ളിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസ് ചെയ്യുന്നില്ലെന്ന് അന്നും ഇതും ചെയ്തിട്ടില്ല. ഞങ്ങൾ മുഖ്യമന്ത്രിയായിട്ട് CH മുഹമ്മദ് തൊട്ട് ഈ അന്തോണി ഒരു എന്താണ് ഉത്സവ എന്തുണ്ടോ ഈ അമ്പലവാസം ഉണ്ടല്ലോ, അത് ഒരു ആ വേട ഉണ്ടാക്കി നടത്തിയില്ല. 50 ദിവസമൊക്കെ താഴെ ഇട്ട്.
ഇതൊന്നും ഇനി വേണ്ട. മിസ്റ്റർ ആന്റണി ആണെങ്കിലും വി എസ് സുധീരനാണെങ്കിലും കാര്യങ്ങളും ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് എല്ലാ സമുദായങ്ങൾക്കും ഒരുപോലെ കൊടുത്തില്ലെങ്കിൽ സംഗതി വഷളാണ്. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി ചെയ്യുന്നു.